ഹായ് ഹലോ, ഇന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഡിസ്കസ് ചെയ്യുന്നത്. 9ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ കേരള പാഠാവലിയാണ് സെക്കൻഡ് ടേമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ 4 എണ്ണത്തിന് ശരിയുത്തരം തിരഞ്ഞെടുത്ത് എഴുതുക എന്നാണ് ചോദ്യം അല്ലേ. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ അല്ലലാലങ്ങു ജാതി മറന്നിതോ. അടിവരയിട്ട് പദത്തിൽ തെളിയുന്ന ഭാവം. അല്ലലെന്തു അല്ലേ, ഭയം, കരുണം, അദ്ഭുത, ഹാസ്യം. അദ്ഭുതയാണ് ആൻസർ വരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മുഴുവൻ ഭൂമിയും ഒറ്റച്ചാലായി എഴുതുമറിക്കും വീര്യമോടെ. ഒറ്റച്ചാൽ എന്ന പ്രയോഗം നൽകുന്ന അർത്ഥസൂചന. ഒരുമയില്ലായ്മ, സംഘബോധം, വ്യക്തിബോധം, താല്പര്യമില്ലായ്മ. സംഘബോധമാണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, പുഴയുടെ തോറ്റത്തിൽ അതിൻ്റെ വികാരവിചാരങ്ങളെല്ലാം വിജയിച്ചിരിക്കുന്നു. വികാരവിചാരങ്ങൾ എന്ന പദത്തിൻ്റെ ശരിയായ വിഗ്രഹരൂപം കണ്ടെത്തി എഴുതുക. എന്തൊക്കെയാണ് ഓപ്ഷൻസ്? വികാരങ്ങളുടെ വികാരം, വികാരത്തിൻ്റെ വിചാരം, വികാരത്തിനെ കുറിച്ചുള്ള വിചാരം, വികാരവും വിചാരവും. വികാരവും വിചാരവുമാണ് ആൻസർ. നാലാമത്തെ ക്വസ്റ്റ്യൻ, വാസരാന്തത്തിൽ കതിർകളിൽ നിന്നല്ലി ബാസുരമാകുമുഷസിൻ്റെ ഉത്ഭവം. വാസരം എന്ന പദത്തിൻ്റെ ശരിയായ അർത്ഥം. പകൽ, ആഴ്ച, അവസരം, വൈര്യം. പകലാണ് ഉത്തരം വരുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സാഹിത്യകൃതികളിൽ നിന്നും ആത്മകഥാരചന കണ്ടെത്തി എഴുതുക. യേശുദേവൻ, കഴിഞ്ഞ കാലം, നവഭാരത ശില്പികൾ, മഹാത്മാ. കഴിഞ്ഞ കാലം എന്നാണ് ആൻസർ വരുന്നത്. അടുത്ത ഭാഗം, 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2ഓ 3ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 2 മാർക്ക് വീതമാണ് വരുന്നത്. 6ാമത്തെ ചോദ്യം, പാത്തുമ്മയുടെ ആട് ചുമ്മാ ഒരു കഥയല്ല എന്ന് ലേഖകൻ വിലയിരുത്തുന്നതിനുള്ള 2 സൂചനകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ എഴുതാം? കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നവരാണ്. ബഷീറിൻ്റെ വീട്ടിലെ സത്യമായ കഥയാണ്. 7ാമത്തെ ചോദ്യം നോക്കാം. വീട്ടിലെപ്പോഴും അടച്ചിടാറുള്ള പിന്മുറി തുറന്നപ്പോൾ മാധവൻ്റെ മനസ്സിൽ ഉണർന്ന ചിന്തകൾ എന്തെല്ലാം? മരിച്ചുപോയ അച്ഛനെയും അമ്മയെയും പറ്റി ചിന്തിച്ചു. സ്മരണ എന്ന പരിചയക്കേടിലേക്ക് താൻ മാറി എന്ന തിരിച്ചറിവ്. അടുത്ത ചോദ്യം എന്താണ്? അരുവിപ്പുറം ആഘോഷവേളയിൽ ഗുരുവിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. ഗുരുവിൻ്റെ ഈ അവസ്ഥയ്ക്കുള്ള കാരണം എന്താവാം? പകൽ മുഴുവൻ പണിയെടുത്ത് ഉത്സവം കാണാനെത്തിയ തൊഴിലാളികളെ ജനക്കൂട്ടത്തിൽ നിന്നും മാറ്റിയിരുത്തി അല്ലേ. ഗുരു സന്ദേശത്തിൻ്റെ പൊരുൾ അനുയായികൾ പോലും ഉൾക്കൊണ്ടില്ലല്ലോ എന്ന ദുഃഖം. അടുത്തത് 9 മുതൽ 14 വരെ ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. അരപ്പുറം എഴുതണം. മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ. അരപ്പുറം എഴുതിയാലേ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടുള്ളൂ. 5x4 ആണ്. താരതമ്യക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലേ. ഇവിടെ 2 കവിതകൾ തന്നിട്ടുണ്ട്. പുളിമാവ് വെട്ടി ഇടശ്ശേരിയുടെ, അതുപോലെ ഭൂമിക്ക് ഒരു ചരമഗീതം ONVയുടെ. താരതമ്യക്കുറിപ്പ്, അതായത് ഈ 2 കവിതാ ഭാഗങ്ങളും താരതമ്യം ചെയ്തിട്ട് അരപ്പുറം കവിയാതെ നിങ്ങളോട് ഉത്തരം ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ വസുധ എന്ന് പറഞ്ഞാൽ മീനിങ് തന്നിട്ടുണ്ട്, അർത്ഥം തന്നിട്ടുണ്ട്. ഭൂമി, നഗരം എന്ന് പറഞ്ഞാൽ നഖം അല്ലേ. കവിതാ ഭാഗങ്ങൾ താരതമ്യം ചെയ്ത് ലഘു ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സ്വന്തം മാറാത്തമ്മ മൈക്കരി തീക്കനൽ വീണാൽ വീണോട്ടെ, എങ്കിലുമേറെ കാമ്യം പണമേ തുച്ഛെന്നതു കൈ വന്നോട്ടെ. അതുപോലെ തന്നെ ഭൂമിക്കൊരു ചരമഗീതം എന്നുള്ളതിൽ ONV എഴുതിയ പുതിയ കഥ എഴുതുന്നു വസുധയുടെ മക്കളിവർ, വസുധയുടെ വസ്ത്രമൊരിയുന്നു വിപണികളിലവ വിറ്റുമോന്തുന്നു, വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വരണമെന്നില്ല, പക്ഷേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സൂചകങ്ങളുണ്ട്. അത് മനസ്സിലാക്കി വെച്ചിട്ട് വേണം നിങ്ങൾ ആൻസർ എഴുതാൻ. പുളിമാവ് മുറിച്ചു മാറ്റുമ്പോൾ ഭൂമിയുടെ തണൽ നഷ്ടമാവുന്നു. ആർത്തിയുള്ള മനുഷ്യന് പണമാണ് പ്രധാനം. ഭൂമിയുടെ മക്കൾ അമ്മയായ ഭൂമിയുടെ വൃക്ഷങ്ങൾ ആകുന്ന വസ്ത്രം ഉരിയുന്നു. അവ വിപണിയിൽ വിറ്റ് പണം നേടുന്നു.
രണ്ട് കവിതാഭാഗങ്ങളുടെയും പ്രമേയം താരതമ്യം ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് കവിതാഭാഗത്തു നിന്നുമുള്ള ഈ ഓരോ പോയിൻറ്റ്സ് ഇവിടെ തന്നിട്ടുള്ളതിൽ എല്ലാ പോയിൻറ്റ്സും എന്ത് പറയുക, ഈ പോയിൻറ്റ്സൊക്കെ വിശദീകരിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് ഏത് കവിതയുടെ ഭാഗമാണോ തന്നിട്ടുള്ളത് ഇതന്നെ തരണം എന്നില്ല. അപ്പോൾ ആ രണ്ട് കവിതയുടെയും ആശയം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം വിശദീകരിച്ച് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഈ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അതുപോലെ 10ാമത്തെ ചോദ്യം, കുളിച്ചു വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണുമായിരിക്കുന്ന കറുത്ത കുഞ്ഞുങ്ങൾ, മെഴുക്കെല്ലാം വെടിഞ്ഞ് വെയിലത്ത് ഇരുന്നുണങ്ങി മിന്നുങ്ങുന്ന കഞ്ഞിക്കലവും കറിച്ചട്ടികളും. കാണുന്നുണ്ടനേകം അക്ഷരങ്ങൾ എന്ന കവിതയെ വേറിട്ട അനുഭവമാക്കുന്നത് വാഗ്മയ ചിത്രങ്ങളാണ്. സമർത്ഥിക്കുക അല്ലേ. നമ്മൾ പഠിച്ചതാണ് കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ എന്ന് പറയുന്ന കവിതയിലെ ആ ഒരു സമൂഹത്തിന് വന്ന മാറ്റം അല്ലേ. ആ ഒരു ആശയം ഉൾക്കൊണ്ട് നിങ്ങളോട് ആൻസർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. ഈ കവിതയുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നാൽ ഈ എല്ലാ പോയിന്റുകളും വിശദീകരിച്ച് എഴുതുക. വീടിൻ്റെ ഇറയത്ത് കുളിച്ച് വൃത്തിയായിട്ട് വസ്ത്രം അണിഞ്ഞ് മാതാപിതാക്കളെ കാത്തിരിക്കുന്ന നിറമാർന്ന കുഞ്ഞുങ്ങളുടെ ആ ചിത്രമാണ് അല്ലേ വാഗ്മയ ചിത്രം. എണ്ണയും അവശിഷ്ടവും നീക്കി വെയിലത്ത് ഇരുന്ന് ഉണങ്ങി മിനുങ്ങുന്ന പാത്രങ്ങളുടെ ചിത്രം. കവിതയിൽ നിന്നും കൂടുതൽ ചിത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾ എഴുതിയ പോയിന്റിൽ ബാക്കിയുള്ള ഭാഗങ്ങൾ, നിങ്ങൾ പഠിച്ച ഭാഗങ്ങളുണ്ടല്ലോ, അതും കൂടി ഉൾപ്പെടുത്തുക. ഇത്തരം വാഗ്മയ ചിത്രങ്ങളുടെ ഗാലറിയാണ് കവിത. ഇത്രയും പോയിന്റുകൾ വിശദീകരിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. 11ാമത്തെ ചോദ്യം, പഴയ വീടിനപ്പോൾ പുതിയൊരു പരിവേഷമുണ്ടാകും, നാടിനു മുഴുവൻ ഇപ്പോൾ അങ്ങനെയൊരു തെളിച്ചം. സ്വതന്ത്ര ഭാരതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സങ്കല്പങ്ങളാണ് ഐഷുവിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത്? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ ഈ പോയിൻറ്റ്സുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വിശദീകരിച്ച് എഴുതാൻ ശ്രമിക്കുക. പഴയ വീട് ബ്രിട്ടീഷ് ഇന്ത്യയും പുതിയ വീട് സ്വതന്ത്ര ഭാരതവുമാണ് അല്ലേ, അത് വിശദീകരിച്ച് എഴുതുക. പാവപ്പെട്ടവർ ഇല്ലാത്തതും കർഷകരെ നികുതി ഭാരം കൊണ്ട് ചൂഷണം ചെയ്യാത്ത പുതിയ ഇന്ത്യയെക്കുറിച്ച് വിശദീകരിച്ച് എഴുതുക. രൂപപ്പെടുമെന്നുള്ള ആ ഒരു സ്വപ്നത്തിനെ കുറിച്ചിട്ട് വിശദീകരിച്ച് എഴുതുക. നാടിനും ഐഷുവിനും സ്വാതന്ത്ര്യം കിട്ടിയതിലുള്ള സന്തോഷം. അപ്പോൾ നാടിനും ഐഷുവിനും സ്വാതന്ത്ര്യം കിട്ടിയതിലുള്ള സന്തോഷം. ഈ പോയിൻറ്റ്സുകളെല്ലാം വിശദീകരിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. 12ാമത്തെ ചോദ്യം, മാധവൻ്റെ ബാല്യത്തിന് ഉത്സവമേറ്റിയ മനുഷ്യൻ, മാധവൻ്റെ എല്ലാ തിരക്കുകളെയും തിരിച്ചറിഞ്ഞ കാരണവർ, തറവാട്ട് സ്വത്തിൽ മാധവനും അമ്മയ്ക്കും ലഭിക്കാനുള്ള സ്വത്തിൻ്റെ രേഖ കൈമാറി കടന്നുപോയ മനുഷ്യൻ. സൂചനകൾ ഉപയോഗപ്പെടുത്തി അച്യുതമാമ എന്ന കഥാപാത്രത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കഥാപാത്രം മാത്രമല്ല, നിങ്ങൾ പഠിച്ച പാഠഭാഗത്തിലെ ഏതൊരു കഥാപാത്രത്തെ കുറിച്ച് വന്നാലും എഴുതാൻ അറിയണം. അപ്പോൾ എന്ത് ചെയ്യുക, പാഠഭാഗത്തിൻ്റെ ആശയവും ആ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യങ്ങളും എല്ലാ പാഠഭാഗത്തുള്ള കഥാപാത്രങ്ങളെയും മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു കഥാപാത്രത്തെക്കുറിച്ച് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട മാധവന് താങ്ങും തണലുമായി മാറിയ അച്യുതമാമ്മ അല്ലേ. അനാഥനായ മാധവനെ സനാഥനാക്കി. മാധവൻ്റെ ജോലി തിരക്കുകളെക്കുറിച്ച് ബോധ്യമുള്ള ക്ഷമാശീലൻ. ധർമ്മനിഷ്ഠവും നീതിമാനുമായ കുടുംബകാരണവർ. അപ്പോൾ ഈ എല്ലാ പോയിന്റ് വെച്ചിട്ട് ഈ ഒരു അച്യുതമാമ എന്ന് പറയുന്ന ഈ കഥാപാത്രത്തെ ഈ പോയിൻ്റൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വിശദീകരിച്ച് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഉപജീവനത്തിന് മാത്രം ജോലി ചെയ്യുന്നവർ സമൂഹത്തോടുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നവരാണ്. KP കേശവമേനോൻ്റെ ഈ നിരീക്ഷണത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? സ്വാഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു അഭിപ്രായക്കുറിപ്പ് എഴുതുമ്പോൾ ജോലി വ്യക്തിയുടെ ഉപജീവനത്തിന് ഉതകണം അല്ലേ, ആ ഒരു പോയിന്റ് വിശദീകരിച്ച് എഴുതണം. ജോലി ചെയ്യുന്നതിലൂടെ സമൂഹത്തിന് ഉപയോഗമുണ്ടാവണം. അതെല്ലാം സമർത്ഥിക്കുന്ന ആശയങ്ങൾ ഉൾപ്പെടുത്തണം. ഏതൊരു ജോലിയും ആനന്ദകരവും നിർമ്മാണാത്മകവുമായിരിക്കണം. നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചിട്ട് എഴുതിയിട്ട് നിങ്ങളുടെ നിരീക്ഷണം കൂടി അതിൽ കൂട്ടിച്ചേർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ കഴിയും, മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം എന്താണ്? അധ്വാനവർഗത്തിൻ്റെ ജീവിതാവസ്ഥയും അധ്വാനത്തോടുള്ള മനോഭാവവും ആവിഷ്കരിക്കുന്ന കവിതയാണ് തരിശു നിലങ്ങളിലേക്ക്. ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കവിതയുടെ ശീർഷകത്തിൻ്റെ ഔചിത്യം പരിശോധിക്കുക.
അല്ലേ? തരിശുനിലങ്ങളിലേക്ക് എന്ന് പറയുന്ന പാഠഭാഗത്തിൽ അധ്വാനിക്കുന്നവരെ കുറിച്ച് നമ്മൾ വിശദീകരിച്ച് പഠിച്ചതാണ്. അതിൻ്റെ പാഠഭാഗം നമ്മൾ ചാനലിലുണ്ട്, അർത്ഥം കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഉൾപ്പെടുത്തേണ്ട പോയിന്റുകൾ ഏതൊക്കെയാണ്? അധ്വാനിക്കുന്നവരുടെ കർമ്മശേഷിയും ജോലിയോടുമുള്ള ആത്മാർത്ഥത എന്താണ് നിങ്ങളുടെ ആ വാക്കുകളിലൂടെ പ്രസ്താവിക്കണം. യാതനയും കഷ്ടപ്പാടുകളും അനുഭവിക്കുമ്പോൾ എല്ലാം മറന്ന് അധ്വാനിക്കുന്നു, അത് വിശദീകരിച്ച് എഴുതണം. ജീവിതത്തിൻ്റെ തരിശു നിലങ്ങളെ അധ്വാനം കൊണ്ട് ഹരിതാപമാക്കുന്നു. അല്ല, ഈ ഒരു പോയിന്റ് നിങ്ങൾ വിശദീകരിച്ചിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അടുത്ത ചോദ്യം നോക്കാം. 15 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ടെണ്ണത്തിന് ഉത്തരം എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കണം, 1.5 നിങ്ങൾക്ക് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അധിക പേരും ജോലി ചെയ്യുന്നത് അതിലുള്ള ഇഷ്ടമോ താല്പര്യമോ കൊണ്ടല്ല, ഉപജീവനത്തിന് കൂടിയാണ് കഴിയൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. ഒരു ജോലിയും ചെയ്യാതെ സുഖലോലുപരായിരിക്കുന്നത് വിഡിത്തമാണ്. ലോകത്തിൽ വലിയ കാര്യങ്ങൾ നേടിയവരെല്ലാം അധ്വാനശീലരാണ്. തൊഴിൽ നിർമ്മാണാത്മകവും സമൂഹത്തിന് ഉപകരിക്കുന്നതും ആവണം. നൽകിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ വിശകലനം ചെയ്ത് തൊഴിലും തൊഴിലിൻ്റെ മഹത്വവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാക്കിയാൽ തന്നെ കഴിയും, ഉത്തരം അതിൽ തന്നെ ഉണ്ട്. ആ ഒരു പോയിൻറ്റ്സൊക്കെ വിശദീകരിച്ച് എഴുതിയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മലയാളം ആൻസറൊക്കെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് ഏതെല്ലാം പോയിന്റുകളിൽ ഇത് ഉൾപ്പെടുത്തണം നോക്കാം. അപ്പോൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം? അധ്വാനത്തിൻ്റെ സവിശേഷ പ്രാധാന്യമുണ്ട്. അപ്പോൾ അധ്വാനത്തിന് പ്രത്യേക ഗുണങ്ങളുണ്ട്, അതിൻ്റെ പ്രാധാന്യം നിങ്ങൾ വിശദീകരിച്ച് എഴുതണം. അധ്വാനം സ്വന്തം ഉപജീവനത്തിനും സമൂഹത്തിനും ഉപകരിക്കണം, ആ പോയിന്റ് വിശദീകരിച്ച് എഴുതണം. അധ്വാനം ആനന്ദകരവും നിർമ്മാണാത്മകവുമായിരിക്കണം, ആ പോയിന്റ് ഉൾപ്പെടുത്തണം. ലോകത്തെ മാറ്റിമറിച്ചവർ അധ്വാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞവരാണ്. തൊഴിൽ ചെയ്യാതെ ജീവിക്കുക എന്നത് ദ്രോഹകരമാണ്, അല്ലേ? ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഉപന്യാസത്തിൻ്റെ ഘടനയും നിങ്ങൾ എഴുതിയിട്ടുള്ള ആ ഭാഷയും നല്ല രീതിയിൽ എഴുതിക്കഴിഞ്ഞാൽ വിശദീകരിച്ച് 1.5 നിങ്ങൾക്ക് അക്ഷരത്തെറ്റില്ലാതെ എഴുതിയാൽ ഈ ഒരു ക്വസ്റ്റ്യൻസിന് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി അടുത്ത ചോദ്യം, തിരക്കിൻ്റെ ബോയിലറിൽ കിടന്ന് സെക്കൻഡിൻ്റെ തന്മാത്രകളുമായി കെട്ടിമറിയുന്ന സമയം. എൻ്റെ ജീവിതം എത്രത്തോളം എൻ്റെ കയ്യിൽ അല്ല എന്ന സത്യം ഗാഢമായി നൊന്തറിഞ്ഞ നിമിഷമായിരുന്നു അത്. അച്യുതമാമ. കഥ KP രാമനുണ്ണി. ആധുനിക കാലത്തെ തൊഴിൽ സാഹചര്യത്തിൻ്റെ ഇരയാണ് മാധവൻ. സൂചനകളും പ്രസ്താവനയും വിലയിരുത്തി തൊഴിലും തൊഴിലിടങ്ങളും എന്ന വിഷയത്തിൽ മുഖപ്രസംഗം, അതായത് എഡിറ്റോറിയൽ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാധവന് പുതുകാലത്തെ കമ്പനി ഉദ്യോഗസ്ഥനാണ്. തിരക്കുപിടിച്ച ജീവിത സാഹചര്യത്തിൽ വ്യക്തി, കുടുംബം, സമൂഹ ജീവിതം താറുമാറാവുന്ന സന്ദർഭങ്ങൾ. പുതുകാലത്തെ തൊഴിലിടങ്ങൾ ഇത്തരം സംഘർഷഭരിത ജീവിതത്തെ സൃഷ്ടിക്കുന്നുണ്ട്. അവിടെ വ്യക്തികൾക്ക് ജോലി ഒരു ഭാരമായിട്ട് മാറുന്നുണ്ട്. പുതിയ തൊഴിൽ നിയമങ്ങളും തൊഴിൽ സംസ്കാരവും ഉണ്ടാവണം. ഈ പോയിന്റുകളെല്ലാം വിശദീകരിച്ച് നിങ്ങൾ ആ ഒരു മുഖപ്രസംഗത്തിൽ തയ്യാറാക്കണം. പിന്നെ അതിൻ്റെ ഒരു ഘടനയുണ്ട്, അല്ലേ? എഡിറ്റോറിയൽ മുഖപ്രസംഗം തയ്യാറാക്കുമ്പോൾ ആ ഒരു ഘടന നിങ്ങൾ മനസ്സിലാക്കണം. ഭാഷ, ഇതെല്ലാം ഉചിതമായ രീതിയിലായാൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. ഇനി 17ാമത്തെ ചോദ്യം, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരേത്വന് വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയ ഭരനു സുഖത്തിനായി വരേണം. സൂചനകൾ വിശകലനം ചെയ്തും പാഠാശയം ഉൾക്കൊണ്ടും ഗുരു സന്ദേശത്തിൻ്റെ കാലിക പ്രസക്തി വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ജാതി മതഭേദങ്ങൾ ഇല്ലാതെ മാനവരെല്ലാം സഹോദരഭാവനയിൽ കഴിയുന്ന സമൂഹം രൂപപ്പെടണം എന്നുള്ള ഒരു ആശയം നിങ്ങൾ ഉൾപ്പെടുത്തണം. വിദ്യാഭ്യാസത്തിലൂടെ ഭേദചിന്തകൾ ഇല്ലാതാവണം, അപ്പോൾ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തണം. സ്വന്തം സുഖത്തിനായി ചെയ്യുന്ന കർമ്മങ്ങൾ അപരനു കൂടി ഉപകരിക്കണം, അല്ലേ? ആ ഒരു പ്രസ്താവന നിങ്ങൾ നിങ്ങളുടെ വാക്കുകളിലൂടെ എഴുതി സമർപ്പിക്കണം. വർത്തമാനകാലത്ത് ഗുരുദർശനങ്ങൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്, അല്ലേ? പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച പോയിൻറ്റ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് എഴുതുക. പിന്നെ ഇത് പ്രഭാഷണം എഴുതുമ്പോൾ അതിൻ്റെ ഒരു ഘടന, ഉചിതമായിട്ടുള്ള ഭാഷ എല്ലാം ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ മലയാളം എക്സാമാണ്, ഒരുപാട് എഴുതിയാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സമയമൊക്കെ
അഡ്ജസ്റ്റ് ചെയ്തിട്ട് എല്ലാ ചോദ്യത്തിൻ്റെയും ആൻസർ അറ്റൻഡ് ചെയ്യാൻ കഴിയണം. അപ്പോൾ അതിന് എക്സാം തുടക്കത്തിൽ തന്നെ നിങ്ങൾ ടൈം കൺട്രോൾ ചെയ്ത് വേണം എഴുതാൻ. അപ്പോൾ ഇത്രയാണ് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്ത സബ്ജക്റ്റൊക്കെ നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഓൾ ദ ബെസ്റ്റ്.